ഓടാ ക്രിമികടി പരമൂന്റെ മോനെ. നിന്റെ അച്ഛനാടാ വിത്ത് കാള. തരാടാ. എടാ 6000 രൂപയ്ക്ക് ഹോങ്കോങ്ങിൽ കൊണ്ടുപോകാനും ഇത് കൊള്ളയാണോ? അവിടെ വേണ്ട. കുണുമുളവെ കുണു വേണ്ട. അച്ഛാ എന്താ? ഞാനാരാ? നീ എൻ്റെ മോൻ. സംശയമൊന്നുമില്ലല്ലോ. എന്താടാ? എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നാട്ടുകാരെനിക്ക് ഇട്ടേക്കുന്ന പേരെന്തോന്നറിയോ? കൊച്ചു വിത്തെന്ന്. വിത്തുകാളയുടെ മോനെന്ന്. മോനെ വിത്തുകാളെന്ന് വിളിച്ച് ഞാൻ അതൊരു അന്തസ്സായിട്ട് നീ എടുത്തു. അച്ഛൻ എത്ര കല്യാണം കഴിച്ചാ ഇപ്പം? അച്ഛൻ എത്ര സംസാരിക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സംസാരിക്കും. സംസാരിച്ചേ ഞാൻ പോവൂ. ഇനി കെട്ടുവാണെങ്കിൽ 5ാമത്തത്. അച്ഛന് നാണമുണ്ടോ അച്ഛാ? അതല്ല, അച്ഛൻ എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ട് ഇങ്ങനെ അങ്ങ് കല്യാണം കഴിക്കാൻ? നീ തന്നെ എന്നോട് ചോദിക്കണം കേട്ടോ. നിനക്ക് ഓർമ്മയുണ്ടോ നിൻ്റെ അമ്മേനെ? നീ കണ്ടിട്ടുണ്ടോ അവളെ? 1992 ഫെബ്രുവരി 18 അടൂർ ആശുപത്രിയിലാണ് നിന്നെ പ്രസവിച്ചിട്ടത്. അറിയാമോ? നിന്നെ പ്രസവിച്ചിട്ടപ്പോഴേ അവളുടെ ജീവനങ്ങ് പോയി. മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ കൈകളിലോട്ട് തന്നിട്ട് അവളെന്താ പറഞ്ഞെന്നറിയാമോ? തുടങ്ങി ഓരോ കല്യാണം കഴിക്കുമ്പോഴുള്ള നിന്നെ പൊന്നുപോലെ നോക്കിക്കോണമെന്ന്, ഒരു കുറവും നിനക്ക് വരുത്തരുതെന്ന്. സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടിട്ട് നിന്നെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. നിനക്കൊരു കൂട്ട് അതിനു വേണ്ടിയാ, അറിയാവോ? എന്നിട്ട് അവന് അച്ഛൻ നിനക്ക് നാണക്കേട്. അച്ഛാ, ഒരു 10 വയസ്സ് വരെ അമ്മയുടെ ലാളനയൊക്കെ എനിക്ക് വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഈ 32ാമത്തെ വയസ്സിലും അച്ഛൻ എന്തിനാ അച്ഛാ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത്? എനിക്കിനി ലാളന വേണ്ട. എനിക്കിനി വേണ്ടത് ഒരു പെണ്ണിനെയാണ്. അതൊന്ന് റെഡിയാക്കി തരുമോ എൻ്റെ അച്ഛൻ? അല്ലേ നിനക്ക് പെണ്ണ് കിട്ടണോ? നീ കെട്ടിക്കോ. ഞാൻ എങ്ങനെ കെട്ടാനാ? ഏതെങ്കിലും വീട്ടിൽ കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ അച്ഛൻ്റെ ഏതെങ്കിലും രക്തബന്ധവും അച്ഛൻ്റെ മുഖച്ചായി അവിടെ കാണും. എനിക്ക് പേടി, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ. ഇതെല്ലാം പോട്ടെ നോക്കുക. ഏതെങ്കിലും വീട്ടിൽ ആലോചനയായിട്ട് ചെല്ലുമ്പോൾ ചോദിക്കുന്നത് വിത്തുകാള രാമേന്ദ്രൻ്റെ മോനാണോ എന്നാ? തൊലി ഉരിയുക എൻ്റെത്. ഞാനിപ്പോൾ എന്തോ വേണമെന്ന്? ദൈവത്തെ ഓർത്ത് ഇനി കല്യാണം കഴിക്കരുത്. ഇനിയെങ്കിലും എൻ്റെ തന്ത ഈ പടയോട്ടം ഒന്ന് നിർത്ത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് നിർത്ത്. ശരി, ഇനി ഞാൻ കെട്ടുന്നില്ല. ഞാനിത് കുറേ കേട്ടേ അച്ഛാ. മരിച്ചു പോയാൽ എൻ്റെ അമ്മയെ പിടിച്ച അച്ഛന് സത്യം ചെയ്യാൻ പറ്റുമോ? മരിച്ചു പോയാൽ നിൻ്റെ അമ്മയാണ് സത്യം. ഇനി ഞാൻ കെട്ടത്തില്ല. മതിയോ? വാക്ക് മാറരുത്. ഉറപ്പ്. ഈ കൊച്ചുള്ള വെറുതെ ആയിരുന്നു. ഇതോടെ ലാസ്റ്റ്. ഇത് ലാസ്റ്റ് വെക്കാം. പെണ്ണ് ഇന്നേ അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിയല്ലേ, അപ്പം മോനൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഇരുന്നതാ. സത്യം, ഇനിയില്ല, കഴിയും. ലാസ്റ്റ് അമ്മയാ. ഇതിന് എന്തായാലും മിണ്ടിയില്ല, കാര്യമായി. ഈ ലോകത്തുള്ള തൈക്കളവിമാരെ മൊത്തം എൻ്റെ അച്ഛന് വേണം. എന്നാൽ പിന്നെ എന്നെക്കുറിച്ചൊരു ചിന്ത കേട്ടോ, അതില്ല. ഞാനെന്തുവാ ഇവിടെ കെട്ടാച്ചരക്കായിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളത് മാത്രം വന്നല്ലേ. നമുക്കല്ലാതെ ആരോട് പറയാൻ? അമ്മയുണ്ടായിരുന്നേ അമ്മയോട് പറയാൻ കഴിവത്തുമില്ല.
നീ ഏതാ കൊച്ചേ? ഇത് എന്റെ റൂമാ. ദൈവമേ, തത്ത ഈ വീടും വിറ്റോ? ആ, എന്റെ വീട്ടിൽ എന്റെ റൂമിൽ കയറിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നു താൻ ഏതാന്ന്. നീ ഏതാടി? എന്നോട് അമ്മ ഈ റൂം ഉപയോഗിക്കാനാ പറഞ്ഞത്. ഏതമ്മ? ഇവിടുത്തെ മാമൻ ഇപ്പൊ കല്യാണം കഴിച്ചത് എന്റെ അമ്മയാ. ഓഹോ, നിങ്ങളുടെ നാട്ടിലൊക്കെ മാമനാണോ അമ്മയെ കെട്ടുന്നത്? അങ്ങനെയല്ല, അച്ഛാന്ന് വിളിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് മാമന്നാ വിളിക്കുന്നത്. എന്റെ തന്ത ഇവിടെ എന്തൊരു ഒച്ച കേട്ടത്? പേടിച്ചിട്ടാ. പേടിച്ചിട്ട്? എടാ, ഒരു പെങ്കൊച്ചിനെ കണ്ടാ പേടിക്കുന്നത് നീ കല്യാണം കഴിക്കാൻ നടക്കുന്നത്? നല്ല കെട്ടിക്കാൻ നിന്നെ. മോളെ, നമുക്ക് റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഈ റൂം മതിയോ? നീ അപ്പുറത്തെ റൂമിലോട്ട് പോകും. എന്നാ പിന്നെ ഈ കൊച്ചിന് അപ്പുറത്തെ റൂമിൽ കിടന്നാ പോരെ? എന്തിനാ എന്റെ റൂമിൽ കിടക്കുന്നത്? എടാ, ഇവളിവിടെ നിൽക്കട്ടെ, ഇവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ലേ? നീ അപ്പുറത്തെ റൂമിലോട്ട് മാറി, അതിന് മൊത്തം കുഴപ്പം. മോളെ, ഇനി ഈ റൂം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പുറത്തെ റൂമുണ്ട്, ഇവരിപ്പോൾ പോകുന്നു. അത് മതിയെങ്കിൽ അത് നമുക്ക് ശരിയാക്കി എടുക്കാം. പിന്നെ അവിടെ ചേട്ട് പുറത്തേക്കാം കേട്ടോ. പോടാ. അതിനകത്ത് ഇനി അമ്മൂമ്മ തള്ള വല്ലതും ഉണ്ടോ? ഇല്ല, ഈ ഒരൊറ്റ മോളെ ഉള്ളോ? ഇപ്പോൾ ഇതേ ഉള്ളൂ. ഇനി ഭാവിയിൽ എങ്ങാനും നിനക്ക് ഒരു അനിയനോ അനിയത്തി വേണമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ജില്ലയെന്നാ എൻ്റെ പൊന്നു തന്തയെ കൊണ്ടുവരുന്നത്? എനിക്കറിയാത്തോണ്ട് ചോദിക്കുമോ? എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, എനിക്ക് എടുക്കണമായിരുന്നു. അതെ, അത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്കാ. വായിച്ച് തീർന്നിട്ട് തന്നാൽ മതിയോ? താങ്ക് യു. വർഷത്തിന് മുമ്പാണ് ദിനേശ് ചേട്ടൻ എന്നെ വിട്ടു പോയത്. കേൾക്കുന്നില്ല മോളെ? അല്ല, 15 വർഷത്തിന് മുമ്പാന്നേ ദിനേശ് ചേട്ടൻ എന്നെ വിട്ട് പോയത്. അതിനുശേഷം ഞാനും എൻ്റെ മോളും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. ഇപ്പം മോൾക്ക് കാനഡയിൽ പഠിക്കാനുള്ള വിസ ശരിയായി. അടുത്ത മാസം മോള് പോവാ. അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോവും. പിന്നെ ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മ കാണത്തില്ല. ഞാൻ ഇനി ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മാമ്മ കൊണ്ടുവന്നപ്പം ആലോചന ഞാൻ സമ്മതിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് വരെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല? ഇല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഥയും ഏകദേശം ഇതുപോലൊക്കെ തന്നെ. 1992 ഫെബ്രുവരി 18 എൻ്റെ സാരഥ എന്നെ വിട്ടുപോയ ദിവസം. ആ ചോര കുഞ്ഞിനെ എൻ്റെ ഈ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് അവൾ യാത്രയായി. മരിക്കുന്നതിന് മുന്നേ അവൾ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ മകനെ പൊന്നുപോലെ നോക്കണം. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു രണ്ടാമതൊരു കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ മകന് കൊടുക്കേണ്ട സ്നേഹം അവന് മാത്രം അവകാശപ്പെട്ടത്. ഒടുവിൽ അവൻ കുറേ നിർബന്ധിപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ ശാരദയെ കല്യാണം കഴിച്ചത്. നിന്നെ കണ്ടപ്പോൾ മരിച്ചുപോയ എൻ്റെ ശാരദ അതേ മുഖച്ഛായ, അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ സുണ്ട്, പിന്നെ നിൻ്റെ പുരികം, നിൻ്റെ അങ്കലാവണ്യവും എന്നെ അഗാഢമായി ആകർഷിച്ചു. അതിൽ ഞാൻ മൂക്കുത്തി വീണു. പക്ഷേ നാട്ടുകാർ അങ്ങനെയല്ലല്ലോ പറയുന്നത്. എന്തോ വിത്തൊന്നു. എന്തോ? അല്ല, വിത്തുകാളെന്ന്. വിത്തുകാള? അത് ഈ നാട്ടിലെ ചില നാറികൾ വിളിക്കും. എന്താണെന്നറിയാവോ? അവന്മാർക്ക് അസൂയയാണ്. ഇന്ന് ഈ കാണുന്ന കോടികൾ മൊത്തം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കണ്ടമില്ലേ? കണ്ടം? അതിൽ നെൽവിത്തുകൾ വിതച്ചാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തത്, അറിയാമോ? അതുകൊണ്ടാണ് ഇവന്മാരെ വിത്ത് കാളാന്ന് വിളിക്കുന്നത്. പിന്നെ കാള, ഈ മണ്ണിൽ പണിയെടുക്കുന്ന കാലം മുതൽ ഞാൻ ട്രാക്ടർ ഉപയോഗിച്ചിട്ടില്ല. നല്ല ഒന്നാം തരം കാളകൾ ഉപയോഗിച്ചാണ് ഞാൻ ആ കണ്ടുപിടുന്നത്. നമ്മുടെ ചന്തി കടിച്ച് വിട്ട് ഓരോ കീറങ്ങോട്ട് കൊടുത്ത് വിട്ടാട്ടല്ലോ, പൂക്കുറ്റി വന്നാൽ അവന് മുഴുവൻ പറഞ്ഞിട്ട് കീറി വരുന്നത്, അറിയാമോ? അതുകൊണ്ടാണ് ഈ നാട്ടുകാർ നാറുകൾ എന്നെ അങ്ങനെ വിത്ത് കാളാന്ന് വിളിക്കുന്നത്. എന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. എന്തുതന്നെയായാലും സാറിനൊക്കെ അറിയാമോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്.
എൻ്റെ മകന് ഒരു അമ്മയുടെ സ്നേഹം, ഞാനത് മാത്രമേ ചിന്തിച്ചുള്ളൂ. ആയ കാലത്ത് അവനത് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എല്ലാം എനിക്ക് കുത്തി കിട്ടിയത്. പിന്നെ സാരഥി പോയി. സാർ എന്താ ഇത്രയും നാളും എന്തേ ഞാൻ കണ്ടില്ല? എല്ലാത്തിനും അതിൻ്റേതൊരു സമയമുണ്ട്. ഇതുപോലെ സത്യസന്ധനായ ഒരു പുരുഷനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഓ നോ, ഇനി പേടിക്കണ്ട. ആരുമില്ല എന്നുള്ളൊരു വിചാരം ഇനിയില്ല. ഞാനുണ്ടാവും. വാ. ഓ മോൻ്റെ മുറി അടുക്കളയാ. ഓടി വാ. ചേട്ടാ, ഇവിടെ സിഗ്നൽ കിട്ടില്ലേ? ചില സിമ്മിന് ഇവിടെ സിഗ്നൽ കിട്ടത്തില്ല. ചേട്ടൻ്റെ വൈഫൈ ഒന്ന് കണക്ട് ചെയ്യോ? എനിക്കൊരു മെയിൽ അയക്കാനുണ്ടായിരുന്നു. പിന്നെന്താ? രാത്രിയിലേ ഭയങ്കര കൂർക്കം വലിയ. അപ്പുറത്തെ റൂമിൽ എനിക്കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ആരാ? ചേട്ടൻ അല്ലാതാര്? ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഭാര്യ കുറെ പാടുവിടും കിടന്ന് ഉറങ്ങാൻ. മാറ്റാൻ ശ്രമിക്കാം. ഓ, എന്തായാലും മെയിൽ സെൻഡായി, ആശ്വാസമായി. ഞായറാഴ്ച എന്തോ മെയിലൊക്കെ അയക്കുന്നത്? ഇതേ എനിക്ക് കാനഡയിൽ പോകാൻ വേണ്ടിയിട്ടാ ഇന്നൊരു മെയിൽ അയക്കാനുണ്ടായിരുന്നു. പോകാൻ തീരുമാനിച്ചോ? പിന്നെ അല്ലാതെ എത്ര വർഷമായിട്ടുള്ള ആഗ്രഹം എന്നറിയാം എൻ്റെ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. റൂം ചേട്ടന് ഉപയോഗിക്കാം. അങ്ങനൊന്നും ഇല്ല, ഉപയോഗിച്ച് കുഴപ്പമൊന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ചേട്ടാ ചേട്ടനോട് പോവാ? ഞാൻ ജംഗ്ഷനിലോട്ട് പോവാം. എന്നെ ഒന്ന് കോളേജിൽ ഡ്രോപ്പ് ചെയ്യാമോ? ബൈക്കില. അതിനിപ്പോ എന്താ, അതിന് കുഴപ്പമൊന്നുമില്ല. ബാ. സംസാരിക്കണം. എനിക്കൊന്ന് സംസാരിക്കണം. പറ. എനിക്കൊരു കാര്യം അറിയണം. തന്ത ആരാന്നുള്ളതാണ്? ഞാൻ അച്ഛൻ്റെ ആരാ? ഹലോ, മൈക്രോ ലാബാണോ? ഞാനിവിടെ പട്ടാഴിയിൽ നിന്ന് വിളിക്കുക. ഇവിടെ എനിക്കൊരു മോനുണ്ട്. അത് എൻ്റെ തന്നെ ആണോന്നൊന്ന് അറിയണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ മുടിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം, അവൻ്റെ കൊണ്ടുവരാം. പെട്ടെന്ന് പറഞ്ഞാൽ അത്ര നല്ലതാണ്. കാരണം ഈ ചോദ്യം ഇനി കേൾക്കാൻ വയ്യ. അച്ഛൻ നിന്ന് സ്കിറ്റ് കളിക്കുവാണോ? സ്കിറ്റ് കളിക്കുവാണോ? ഒരു മിനിറ്റ്, ഇതിനുള്ള ഉത്തരം കൊടുത്തോട്ടെ. ഞാൻ പിന്നെ എന്തോ വേണ്ടുന്നേ? നീ ഇത് ചോദിച്ച് എനിക്ക് തന്നെ ഇപ്പോൾ സംശയമായി നീ എൻ്റെ മോനാണെന്ന്. അച്ഛാ, എൻ്റെ കാര്യത്തിൽ അച്ഛൻ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? എന്ത് വേണ്ട മോന് അത് പറ, അച്ഛനങ്ങ് മേടിച്ചു തരാം. എനിക്കൊരു കല്യാണം കഴിക്കണം. പോയി കഴിക്ക്. 1, 2, 3, 4 പോയി ഞാൻ കെട്ട്. നീ എൻ്റെ മോനല്ലയോ? കെട്ട്. എനിക്ക് 4-5 കല്യാണം ഒന്നും കഴിക്കണ്ട. എനിക്ക് ഒരു ഒറ്റ കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ അച്ഛൻ്റെ കൂട്ട് 5-6 കല്യാണം എനിക്ക് കഴിക്കണ്ട. ഓ, അപ്പൊ ഒന്നും ആ പെണ്ണും പിള്ളക്ക് അറിയത്തില്ല. ആദ്യമായിട്ട് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നയാ. അച്ഛൻ നോക്കിക്കോ, ചത്തുപോയ എൻ്റെ അമ്മ സത്യം. ഞാൻ പോയി പറയാം അച്ഛൻ്റെ ഇത് 6ാമത്തെ കല്യാണമാണ്. എങ്കിൽ നിന്നെ ഞാൻ കൊന്ന് ഞാൻ വാഴയ്ക്കാൻ തറയിടും. കാണാം. നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരാം. ചുമ്മാ നീ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. ഈ ഞങ്ങളെന്ന് പറഞ്ഞ ആരാടാ? ഞാനും അച്ഛൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ മോളും. അച്ഛൻ്റെ ഭാര്യയുടെ മോളും. നടക്കത്തില്ല. നടക്കാതിരിക്കാൻ കാര്യം എന്തു? അവൾ ആരാന്ന് അറിയണോ നിനക്ക്? എൻ്റെ മോളാവള്, നിന്റെ പെങ്ങള്. അയ്യോ, വല്ലോൻ്റെയും കൊച്ചിൻ്റെ തന്തയാവൻ നാണമില്ല. മിണ്ടരുത് നീ കേട്ടോ. നീ അത് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കൂടെ പുളിയും എൻ്റെ ചക്ക. ആ പെണ്ണുമുള്ള വേറെ കല്യാണം കഴിച്ചാന്ന്. വിട്ടരുത് നീ അത് പറയരുത്. അത് സാരത എൻ്റെ ഭാര്യ, അതെൻ്റെ മോള്, നിന്റെ പെങ്ങള്, എൻ്റെ മരിച്ചത് സാരതേ. മിണ്ടരുത് നീ കേട്ടോ. പറഞ്ഞ കൊന്നുകളാ ഞാൻ പന്നി. നിങ്ങൾ ഇനി എന്തോ പറഞ്ഞാലും അവർ വേറെ കല്യാണം കഴിച്ചുണ്ടായ കൊച്ചാത്. അത് എൻ്റെ സാരത ആദ്യത്തെ കല്യാണോ? മനസ്സിലായോ? ഞങ്ങളുടെ കടിഞ്ഞു കൺമണിയാണ് കൊച്ച്. അച്ഛൻ കേട്ടോ, ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ ഭൂമി തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കിട്ടും അതിന്. കാണാം. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ വാത്തല ഞാൻ ഒന്നുകൂടെ കൂട്ടും. ഇതിൻ്റെ വാത്തലയല്ലേ? കൂട്ട് ഒടിഞ്ഞു വെക്കോളും. കാണാം. നമ്മൾ തമ്മിലാണ് നേർക്കുനേര് കാണാൻ പോകുന്നത്.
കാണാം. ഒന്നും രണ്ടും ഒന്നുമല്ല, 5 കല്യാണമായി എൻ്റെ അച്ഛൻ കഴിച്ചത്, 5 എണ്ണം. നിങ്ങളുടെ ഇത് 5ാമത്തെ കല്യാണം, അറിയാമോ നിങ്ങൾക്ക്? അറിയാം മക്കളെ, നാട്ടുകാർ അസൂയ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാവും. അസൂയൊന്നും അല്ല, ഇത് റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മോന് മോൻ്റെ അച്ഛനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. 1 മാസം മുമ്പ് വന്ന നിങ്ങൾക്കാണോ അറിയാവുന്നത്? 32 വർഷമായിട്ട് കൂടെ താമസിക്കുന്നത് എനിക്കാണോ അറിയാവുന്നത് എൻ്റെ അച്ഛനെ? മക്കളെ, കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയത്തുള്ളൂ. ആ, മോൻ്റെ അച്ഛനെ മനസ്സിലാക്കണം. ഇതായിട്ടെടുക്കാം അങ്ങോട്ട്. ആ മനസ്സിലുള്ള സ്നേഹം മനസ്സിലാക്കണം. എനിക്ക് ആ സ്നേഹം മനസ്സിലാക്കണ്ട. മോനെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മോന് പെട്ടെന്ന് ദേഷ്യം വരും, സങ്കടം വരും, രാത്രി എണീറ്റ് നടക്കും, കരയും. അതൊന്നും സാരമില്ല. മോൻ്റെ അമ്മ മരിച്ച ഷോക്കിൽ നിന്നുണ്ടായതല്ലേ. സാരമില്ല, ആശുപത്രി കിടന്നാണെങ്കിലും മരുന്ന് കഴിച്ചതാണെങ്കിലും അമ്മയ്ക്ക് അതൊരു വിഷയമേ അല്ല. ആഹാ, അപ്പം നിങ്ങളുടെ അടുത്ത് എന്നെ ഒരു ഭ്രാന്തനായിട്ടാണോ എൻ്റെ തന്ത ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്? അങ്ങനൊന്നുമില്ല, ചെറുതായി. അല്ല, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ജനിച്ച സെക്കൻഡുകൾക്കുള്ളിൽ തള്ളം മരിച്ചു പോകുന്നൊരു കൊച്ചിന് എവിടുന്നാണ് ഷോക്ക് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു തരുമോ എനിക്ക്? ഷോക്കിന് അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ മക്കളെ. മുലപ്പാൽ കിട്ടാതെ വരുമ്പോൾ ഷോക്ക് അടിച്ചതായിരിക്കാമല്ലോ. മോനെ, നല്ല തള്ള അറിവുള്ളത്. മോൻ്റെ അച്ഛനൊരു മഹാനാ. എൻ്റെ അച്ഛൻ മഹാൻ? എൻ്റെ അച്ഛൻ മഹാനാ, ഭയങ്കര മഹാനാ. എന്നാ കേട്ടോ, ഈ മഹാൻ 6ാമതൊരു പെണ്ണുമ്പിള്ള ഇവിടെ കൊണ്ടുവരുമ്പം അതിൻ്റെ മഹനത്വം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്നാ കേട്ടോ, ഞാൻ ആ കൊച്ചിനെ കല്യാണം കഴിക്കത്തുള്ളൂ, നിങ്ങളുടെ മോളെ. മോനെ, അത് മോനല്ല തീരുമാനിക്കണ്ടേ, ഞാനും അല്ല തീരുമാനിക്കണ്ടേ. പിന്നെ ആരാ? അവള് മോൻ്റെ അച്ഛൻ്റെ മോളാ, അദ്ദേഹം തീരുമാനിക്കണ്ടേ. വല്ലവനും ഉണ്ടായതല്ലേ നിങ്ങൾക്ക്? എൻ്റെ അച്ഛൻ്റെ വഴി ഉണ്ടായതാണോ അത്? അതൊക്കെ കുറച്ച് നാൾ മുന്നേ. ഇപ്പം മോൻ്റെ അച്ഛനുണ്ടായതാ. എന്നാ കേട്ടോ, എൻ്റെ അച്ഛനുണ്ടായതിനെ ഞാൻ കെട്ടുന്നുള്ളൂ. അയ്യോ, ഈ കുട്ടിയുടെ ഒരു കാര്യം. അപ്പം അച്ഛൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായല്ലോ. വേറൊന്നും കൊണ്ടല്ല, 5 പെണ്ണുങ്ങളെയാണ് അവൻ പ്രേമിച്ച് വഞ്ചിച്ചത്, അറിയാമോ? ആ 5 പെണ്ണുങ്ങളും ഇവിടെ വന്ന് ശപിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. 6ാമത്തെ മോളാണ്. എൻ്റെ മോനായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, കാര്യവിവരമെന്ന് പറയുന്നവനെ തൊട്ട് നിന്നിട്ടില്ല. എന്തെങ്കിലും ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവനത് ചെയ്യാൻ അറിയത്തില്ല. ഇങ്ങനെയുള്ളിടത്തോട്ട് കൂടെ ഞാൻ എങ്ങനെ എൻ്റെ മോളെ കെട്ടിച്ചു വിടും? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്. നാട്ടുകാരെന്ത് എന്നെ വിളിക്കുന്നത് അറിയോ? വിത്തുകാലയുടെ തന്തേന്ന്. എന്നാലും ചോദിക്കും, ഞാനത് കേൾക്കേണ്ട ആവശ്യം എന്താ? എങ്ങോട്ടെല്ലാം ഇറങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് വിത്തുകാലയുടെ തണ്ട് പോന്നു. ഞാൻ നാണം കിടുവില്ലയോ? നിന്നെ കെട്ടിക്കിട്ട് പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് മോക്ക് നല്ലൊരു ചെറുക്കനെ, നല്ല ചിമിട്ടലൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ചു. എന്താ മോടെ അഭിപ്രായം? അച്ഛാ, ഞാൻ ചേട്ടനെ സ്നേഹിച്ചു പോയില്ല. മിണ്ടരുത്, ഈ വീട്ടിൽ ആ വാക്കുച്ചിരിക്കരുത്. അവനെ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഞാൻ നിന്റെ തരാം. ഒന്നുകൂടെ വിളിച്ചേ, ഞാൻ കേൾക്കട്ടെ. ഞാൻ നിന്റെ തരാം. കേൾക്കട്ടെ. അതല്ലോ അതിൻ്റെ അച്ഛൻ. അപ്പൊ അച്ഛൻ പറയുന്ന മോളെ ചെക്കണം. അനുസരിക്കുമോ? ഞാൻ നിന്റെ തരാം. അച്ഛൻ അച്ഛൻ പറയുന്ന മോളെ അനുസരിക്കണം കേട്ടോ. വേറെ പയ്യൻ അണ്ണൻ്റെ ഉദ്ദേശം എന്തോ അത് പറ. എൻ്റെ പൊന്നു വേണം, നിനക്ക് എന്തോ വേണം? നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എന്നെ ചെറുക്കൻ വിളിച്ച് പറഞ്ഞു അച്ഛൻ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന്. എന്തോ സംസാരിക്കാനേ? ഈടോ മനുഷ്യ, അവരെ കല്യാണം കഴിപ്പിക്കണ്ടായോ? അവനെ കല്യാണം കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. അവന് കല്യാണം കഴിക്കണേ, അവന് കല്യാണം കഴിക്കാം. ഇത് നടക്കത്തില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ 5 കെട്ടി, അവൻ ഒന്നെങ്കിലും കെട്ടണ്ടായോ? വേണ്ടേ? ഇന്ന് മിണ്ടായിരിക്കാവോ? എന്താ അറിയത്തില്ലയോ? അതെ, 5 കെട്ടിയ എൻ്റെ പെണ്ണ് കാണാൻ വന്നിട്ട് ആ പെണ്ണ് അടിച്ചുകൊണ്ട് ചരിത്രം നിങ്ങൾക്കുള്ള, അതിനോട് പറയിപ്പിക്കല് കൂടുതൽ. ആ ചെറുക്കിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടു, അവൻ കല്യാണം കഴിക്കട്ടെ. അതിനിപ്പോൾ നിങ്ങൾക്ക് കുഴപ്പം എന്തുവാ? ശരി, ആ, നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിടാം. ആ, അവനും അവളും ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. വേണ്ട, അവരവരുടെ പാട് നോക്കി പൊക്കോളൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, കുഴപ്പമില്ല. ആ, ഒന്ന് പോട്ടെ. ഈ പുതിയതായിട്ട് വന്ന പെണ്ണേതാ? വർക്കല്ലേ ഉള്ളൂ. എങ്ങനെ ഒപ്പിച്ച്? നാളെ അതിനെ ഇറക്കി വിടല്ലേ ഇവിടുന്ന്, അതേ പറയാനുള്ളൂ. ഞാൻ ഇറക്കി വിടത്തൊന്നുമില്ല. എന്തോ ഉറപ്പുണ്ട്? നിന്റെ തന്ത വന്നാൽ അത് തന്നെ എൻ്റെ ഉറപ്പ്. ആ ഉറപ്പുള്ളതുകൊണ്ടാ ചോദിച്ചത്. എന്തോ ഉറപ്പുണ്ട്? ഇങ്ങനെ ഈ 5 എണ്ണത്തിനെ കെട്ടിപ്പിടുത്തന്നല്ലേ പറഞ്ഞത്? ആണോ? എടാ ഇറക്കാ, ഞാൻ ഇറക്കി വിടത്തില്ല. പോരെ നിനക്ക്? ചുമ്മാ പറഞ്ഞാൽ പറ്റത്തില്ല, ഉറപ്പ് വേണം. നിങ്ങൾ നാളെ വേറൊന്നിനെ കെട്ടിക്കൊണ്ട് വരും, എനിക്കറിയാം. എനിക്ക് ഉറപ്പ് കിട്ടിയാൽ മതിയോ? ആ മതി. മതിയോ? ആ, ഈ സ്വത്തുക്കളൊക്കെ ആറ് പേരില്ലേ? നിങ്ങളെ പേരിൽ ആണല്ലോ. ഇതിലൂടെ ഞാൻ അവിടെ പേരിൽ എഴുതി വെക്കാൻ പോകും. അപ്പോൾ അതിന് ഉറപ്പാവുമല്ലോ. ആ, ആവുമല്ലോ. ഉറപ്പാവും. ആ, അതാണ് ഉറപ്പ്. ദൈവത്തെ ഓർത്ത് ആ പിള്ളേരെ ജീവിക്കാൻ വിടണം.
കേട്ടല്ലോ? നീ പോയാലില്ലേ? കാള ഞാൻ പറയിപ്പിക്കണ്ട. കുത്തച്ഛനെ വിളിച്ച് പറഞ്ഞേക്കുന്നത് ഉണ്ടാകാൻ. ഇതെന്താ ഇത്? ഈ വീടും എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ നിൻ്റെ പേരിലേക്ക് മാറ്റി കഴിയും. എന്തിനാ ഇങ്ങനെയൊക്കെ? ആവശ്യമുണ്ട്, അതിൻ്റെ ആധാരമാണിത്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. പോരാ, എൻ്റെ മകനും എൻ്റെ അനിയൻ എന്ന് പറയുന്നതിനും പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ പെണ്ണിൻ്റെ പുറകെ പോകുന്നു. അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഉറപ്പാണിത്. എനിക്ക് ദാമോട്ടിന് വിശ്വാസമല്ലേ, പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ? ശാരദേ, ഇത് വേണം. നീ ഇനി മുതൽ എൻ്റെ മാത്രം. ഞാൻ ഇന്നു മുതൽ നിൻ്റെ അടിമയായിരിക്കും. ദാമോട്ട, ഈ സ്നേഹത്തിന് പകരം വയ്ക്കാൻ എൻ്റെ ഒന്നുമില്ലല്ലോ. ശാരദേ, ദാമോട്ട, ശാരദേ, ദാമോട്ട. ശാരദേ, ഇരിക്ക്. ആരാടാ നീ? ശാരദയോട് ചോദിക്കും, അവള് പറയാൻ ഞാൻ ആരാന്ന്. ആരാ ശാരദ ഇത്? ദിനേശേട്ടൻ, ഏ? എൻ്റെ മോളുടെ അച്ഛൻ. ഓഹോ, എടാ നാറി, നിന്നെ ഞാനൊന്ന് കാണാൻ കാത്തിരിക്കുമായിരുന്നു. എടാ 15 വർഷമായിട്ട് ഒരു അമ്മയും മോളെ ഉപേക്ഷിച്ചിട്ട് പോയ നീ ആണാണോടാ? ആണുങ്ങൾ കപമാനമാണോ നീ? ഉപേക്ഷിച്ച് പോയത് മറ്റൊന്നും കൊണ്ടല്ല, അതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായാലും ഇപ്പൊ എന്തിനാ വന്നത്? വരണ്ടായിരുന്നു. ഞാനിവിടെ സമാധാനമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുമായിരുന്നു, സന്തോഷത്തോടെ. ഞാൻ വന്നത് നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പല സത്യങ്ങളും ഞാൻ നിന്നെ നിന്ന് മറച്ചു വെച്ചു. ഞാനിവിടുന്ന് പോകാൻ കാരണമുണ്ട്. മൂക്കറ്റം കടം കയറിയിട്ടാണ് ഞാൻ ഇവിടെ നാട് വിട്ടത്. ഞാൻ ഇവിടുന്ന് പോയില്ലായിരുന്നെങ്കിൽ നിന്നെയും നമ്മുടെ മോളെ അവർ ദ്രോഹിച്ചേനെ. അത് വേണമായിരുന്നോ? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ പോയത്? അതെ, അന്ന് ഞാനിവിടെ നാട് വിട്ടത് മൂക്കറ്റം കടം കയറിയിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ആ കടങ്ങളെ വീട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് നമുക്ക് ജീവിക്കാൻ ഒരു ചെറ്റക്കുടലുണ്ട്, അത് മല്ലോൻ്റെ മുറമ്പി. അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്, നിന്നെ നമ്മുടെ മോളെയും. നീ എൻ്റെ കൂടെ വന്നാൽ നമ്മൾ സുഖമായിട്ട് അവിടെ ജീവിക്കും. ആ ഈർക്കൽപ്പുരയിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ഞാനിപ്പോൾ സമാധാനത്തോടു കൂടി എൻ്റെ ദാമോട്ടൻ്റെ കൂടെ ജീവിക്കുക. ഇനി ഞാൻ വരില്ല. അതുകൊണ്ട് പൊക്കോ, പൊക്കോ, പൊക്കോ ദാമോട്ട. വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോ. ഞാനോ? എന്തിന്? അവൻ പോയ പോലെ 15 വർഷം ഞാൻ അദ്ദേഹത്തെ കാത്തിരുന്നു. അദ്ദേഹം വന്നില്ല. ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുക. അതും കടങ്ങൾ പോലും വിട്ടാതെ എന്നെ തേടി. അത്രയ്ക്ക് സ്നേഹമുണ്ട്, കടങ്ങളെക്കാളും സ്നേഹമുണ്ട് അദ്ദേഹത്തിന് എന്നോട്. അപ്പൊ ഞാനാരടി? ദാമോട്ടൻ. അവനോ? എൻ്റെ ആദ്യ പുരുഷൻ. ആദ്യ പുരുഷനാ ഈ വേട്ടവിളിനാ? ഇനി ആരെങ്കിലും ഉണ്ടോ? സോറി ഏട്ടാ. സൂരജേട്ടനോ? അല്ല, സോറി. ഒന്നുമല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ. എൻ്റെ മോളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്താൻ കാരണം ഇദ്ദേഹമല്ലേ. എൻ്റെ മകൾ ഇപ്പം നല്ലപോലെ ജീവിക്കുന്നത് ഇദ്ദേഹം കാരണമല്ലേ. എൻ്റെ മകളിപ്പം കാനഡയ്ക്ക് പോയതും ഇദ്ദേഹം കാരണമല്ലേ. അല്ല, ഈ ദേഹം കാരണം. എടീ, നിന്റെ മോളും നീയും ഇവിടെ ഇത്ര നാൾ തിന്നതും കുടിച്ചതുമല്ല എൻ്റെ കാശിന്. നിന്റെ മോളെ ഇവിടുന്ന് കെട്ടിപ്പുറപ്പെട്ട് ഞാൻ കാനഡയ്ക്ക് കൊണ്ടുവിട്ടത് എൻ്റെ കാശ്. എൻ്റെ അവസ്ഥ ഞാൻ പാപ്പര്, ഞാൻ തെണ്ടിയല്ലേ? അങ്ങനെയല്ല, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. നീ ആരെണ്ണാക്കി മണ്ണടിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇപ്പം ഞാനിനി എന്തോ വേണം?